നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 1201 മീനമാസം 15-ാം തീയതി, അതായത് 2026 മാർച്ച് മാസം 29-ാം തീയതി ഞായറാഴ്ച. നാളെ ഞായറാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം, 4:30 മുതൽ 6 മണി വരെയുള്ള സമയം. നാളത്തെ സൂര്യോദയം കാലത്ത് 6:29 അസ്തമയം വൈകിട്ട് 6:32 തൃശ്ശൂരിൽ. നാളത്തെ നക്ഷത്രം ഞായറാഴ്ച ആയില്യം നക്ഷത്രമാകുന്നു. ആയില്യം ഒരു ശുഭനക്ഷത്രമാണോ? അല്ല, ഒരു ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കാത്ത നക്ഷത്രമാണ്. പലപ്പോഴും ശത്രു നിഗ്രഹത്തിന്, ആഭിചാര വിഷയത്തിന് ഏറ്റവും നല്ല നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം. ആയില്യമുള്ള സ്ഥലത്തൊക്കെ സമ്പത്ത് ധാരാളം വന്നു ചേരുമെന്ന് പറയാറുണ്ട്. ആയില്യം നക്ഷത്രത്തിലാണ് ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും ഒക്കെ ജനിച്ചത്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ചിട്ടി നിർമ്മാതാവായ ആയില്യം നക്ഷത്രം ഗോകുലം ഗോപാലൻ ഏറ്റവും വലിയ ഉദാഹരണമാണ്. സമ്പത്ത് തന്നിൽ മാത്രം ഫോക്കസ് ചെയ്ത് തൻ്റെ അടുത്ത് സമ്പത്ത് വരും. അത് വിദ്യയായാലും അറിവായാലും സമ്പത്തായാലും ഒക്കെ സമ്പത്ത് തന്നെയാണ്. എൻ്റെ അച്ഛനും ആയില്യം നക്ഷത്രമാണ്. എൻ്റെ അച്ഛൻ 84-ാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ അതിന് ഒരു മാസം മുമ്പേ അദ്ദേഹം പഴയ സംസ്കൃത ശിരോമണി, ഇന്നത്തെ MA ആയിരുന്നു. നമുക്കൊക്കെ പഠിച്ചത് അപ്പോഴും മറന്നു പോകും. പക്ഷേ എൻ്റെ പിതാവിന് അദ്ദേഹം 20-21 വയസ്സിൽ പഠിച്ച വിഷയങ്ങളൊക്കെ തന്നെ ആ മരണസമയത്ത് പോലും ഒരു മാസം മുമ്പേ പോലും അത്ര സുദൃഢമായി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. സംസ്കൃതം മഹാപണ്ഡിതനായിരുന്നു, പണ്ഡിതരത്നം എന്നായിരുന്നു എൻ്റെ പിതാവ് അറിയപ്പെട്ടിരുന്നത്. അതിനാൽ സംസ്കൃതത്തിൻ്റെ ഏത് മേഖലകളും, അത് ന്യായമായാലും തർക്കമായാലും വേദാന്തമായാലും എൻ്റെ പിതാവ് അതിൽ വളരെ എക്സ്പെർട്ടായിരുന്നു. എൻ്റെ മാതാവിനെ പ്രവീൺ വരെ ഹിന്ദി പഠിപ്പിച്ച് ട്രെയിനിങ്ങിന് അയച്ച് അധ്യാപികയാക്കിയത് എൻ്റെ അച്ഛൻ തന്നെയാണ്. അനായാസമായി തുളുവും കന്നഡയും സംസാരിക്കുമായിരുന്നു. കാരണം എൻ്റെ പിതാവിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ അന്നത്തെ ശിരോമണി പഠനം നടന്നത് കർണാടകത്തിലെ കാർഗളയിലായിരുന്നു. ഒരേ രീതിയിൽ കന്നഡ എഴുതുവാനും വായിക്കുവാനുള്ളൊരു അസാധ്യമായ കഴിവുണ്ടായിരുന്നു എൻ്റെ പിതാവിന്. അതിനാൽ ആയില്യം ഞാനെപ്പോഴും ബഹുമാനിക്കുന്ന നക്ഷത്രമാണ്. എൻ്റെ സുഹൃത്തുക്കൾ അധികവും ആയില്യമാണ്. കാരണം എൻ്റെ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. എൻ്റെ ഭാഗ്യരാശിയാണ്, 9-ാം ഭാവമാണ് ആയില്യം നക്ഷത്രം, കർക്കിടകൻ രാശി. എനിക്ക് പലപ്പോഴും അവരെ കൊണ്ട് വളരെയധികം ഗുണങ്ങൾ ഉണ്ടാകാറുണ്ട്. ഞാൻ എപ്പോഴും നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നു ആയില്യം നക്ഷത്രക്കാർ. കാരണം എൻ്റെ അനുജന്മ നക്ഷത്രമാണ് ആയില്യം തൃക്കേട്ട രേവതി. ഇവിടെ നാം നാളെ ഒരു ശുഭമുഹൂർത്തവും ശരിക്കും പാടില്ല. കാരണം ആയില്യം ഒരു ശുഭനക്ഷത്രമല്ല എന്ന് ഞാൻ പറഞ്ഞു. യമൻ രുദ്രാഹി മുപ്പൂരം തൃക്കേട്ട ഇവ 7 നാൾ. യമൻ എന്നാൽ ഭരണി, രുദ്രൻ തിരുവാതിര, അഹി ആയില്യം. സർപ്പത്തിൻ്റെ നക്ഷത്രമാണ് ആയില്യം. പൂരം, പൂരാടം, പുരൂരുട്ടാതി, തൃക്കേട്ട, ഈ 7 നക്ഷത്രങ്ങൾ വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാണ്. യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രമാണെന്ന് അറിയുക. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളത്തെ ദിനം വിശേഷിച്ചൊരു മുഹൂർത്തമൊന്നും തരാൻ പാടില്ല. എങ്കിലും അത്ര നിർബന്ധമാണെങ്കിൽ കാലത്ത് 9:40-നും 11:15-നും ഇടയിലുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി, യാത്രക്കോ മറ്റെന്ത് വിഷയമായാലും അനുകൂലമായ സമയം കണ്ടെത്തി മുന്നോട്ട് നീങ്ങാവുന്നതാണ്. നാളെ നിർബന്ധമായും സർപ്പക്ഷേത്രത്തിൽ ആയില്യ പൂജ, സർപ്പബലി ചെയ്യുക. അപ്രകാരം ആയില്യ നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ആരാകുന്നു? ബുധനാകുന്നു. അതിനാൽ നാളെ ഞായറാഴ്ച നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. നന്ദി, നമസ്തേ.